ഡൽഹി പിടിച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. അടുത്തത് ബംഗാൾ എന്ന് അവരുടെ മുൻനിര നേതാക്കളെല്ലാം പറഞ്ഞു തുടങ്ങി. എന്താണ് സർ, ബംഗാളിൽ 2026 തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അതെ, മമതയ്ക്ക് പടിയിറങ്ങേണ്ടി വരുമോ ബംഗാളിൽ? ശരിക്കും പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പം BJP മമതയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഡൽഹി കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഉന്നത നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, ഡൽഹി കഴിഞ്ഞു, ഇനി ഞങ്ങൾ ബംഗാൾ 26 പിടിക്കും. മമത അതിനോട് കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ മമതയ്ക്കും അറിയാം അവിടെ ബംഗാളിൽ BJP വളരെ ശക്തമായി മുന്നേറുകയാണ്. 2021 തന്നെ അവർക്ക് അടി പറ്റേണ്ടതാണ്. പക്ഷേ അവർക്കതിന് അവർ ശക്തിക്ക് പറഞ്ഞാൽ തോൽക്കുകയും ചെയ്തു. ധർമ്മേന്ദ്ര 2021 പിന്നെ നന്ദിഗ്രാമിൽ അവർ സുവേന്ദു അധികാരിയോട് പരാജയപ്പെടുക വരെ ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ അവർക്ക് ശിഥിലമായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ പിന്നീട് വേറെ ബൈ ഇലക്ഷൻ വഴി ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രി ആവുകയാണ് ചെയ്തത്. ആ കാലഘട്ടം അവർക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് BJP മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അവർക്കറിയുകയും ചെയ്യാം. RSSന്റെ പ്രവർത്തനം അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ശക്തമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 70% ഹിന്ദുക്കൾ അവിടെ ഉണ്ട്. 27-28% മുസ്ലിങ്ങളുള്ളത്. പക്ഷേ എങ്കിൽ പോലും BJPക്ക് അവിടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നവർ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് BJPയെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് കേരളം പോലത്തെ ഒരു സമാനമായ സാഹചര്യം അവിടെ ഉണ്ട്. ഈ ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം തന്നെയാണ് CPMനെ പിന്തുണച്ചിരുന്നത്. ജ്യോതി ബാസുവിൻ്റെ 25 വർഷത്തെ ഭരണത്തിനൊക്കെയുള്ള പിന്തുണ കൊടുത്തിരുന്നതും ഹിന്ദുക്കളാണ്. അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദുയിസത്തിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ വന്ന ഒരു വിഭാഗം ആണെന്ന് പറയാൻ പറ്റില്ല. സോഷ്യലിസ്റ്റ് കുറെ കൂടെ പൊളിറ്റിക്കലാണ്, അവർ കുറെ കൂടെ ഓപ്പണാണ്, കുറെ കൂടെ ഈ മതത്തിന് അതീതമായിട്ട് ചിന്തിക്കണം എന്നൊക്കെ കൊച്ചിലെ മുതലേ അങ്ങനെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് BJP ഉദ്ദേശിക്കുന്ന പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബംഗാളിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേദനാജനകമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മമതയ്ക്കും ഇതറിയാം. അതുകൊണ്ട് മമത ഇപ്പം ബംഗ്ലാദേശ് പ്രശ്നങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. എന്തായാലും ഈ വരുന്ന അസംബ്ലി ഇലക്ഷന് ഈ 2026 ഒരു വലിയ മുന്നേറ്റത്തിന് BJP അവിടെ കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തനം വളരെ താഴെത്തട്ടിൽ ഭംഗിയായി നടക്കുന്നുണ്ട്. അത് ബീഹാറും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ, ബീഹാറിൻ്റെ തൊട്ടടുത്താണല്ലോ ബംഗാൾ വരുന്നത്. അപ്പോൾ ബീഹാറും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ബംഗാളിന് അതൊരു വലിയ ഭീഷണി തന്നെയായിരിക്കും. ബംഗാളിലേക്ക് അത്തരം ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർ, ഈ ബംഗാളിൽ മമതയ്ക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല വേരോട്ടമുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന്. പ്രത്യേകിച്ചും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനും ബന്ധപ്പെടാനും അതിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ CPM അമ്പയെ തകർന്നപ്പോൾ CPMൻ്റെ കേഡർ മുഴുവനും പൂർണ്ണമായിട്ടും നമ്മുടെ ഈ തൃണമൂൽ കോൺഗ്രസ്സിലേക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ BJPക്ക് അത്ര കടുത്തൊരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമോ? അല്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSSൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം അത്തരത്തിൽ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ കണ്ടല്ലോ, നമ്മൾ ഡ്രോയിങ് റൂം കോൺഫറൻസ് എന്ന് പറഞ്ഞ തന്ത്രം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി വഹിക്കുന്നത്. അവർ 10 പേജിനൊരു ഗ്രൂപ്പ്, പിന്നീട് പേജ് ഏജൻറ്റുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജിനൊരു ഏജൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഡ്രോയിങ് റൂം കോൺഫറൻസ് എന്ന് പറയുന്നത് വളരെ ഫലവത്തായി നടന്ന ഒരു സംഗതിയാണ് ഡൽഹിയിൽ. അതായത് ഒരു വീട്ടിൽ ചുമ്മാ കയറിച്ചെല്ലല്ല, പരിചയമുള്ള ഒരാളുമായിട്ട് ചെന്നിട്ട് അവരുമായി സംസാരിക്കുകയാണ്. ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് റൂമിൽ ഇരിക്കണമെന്നില്ല. ചിലയിടത്ത് വരാന്തയിലിരിക്കും, ചിലർ അവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഗലിയിലൊക്കെ അവരെയും വിളിച്ചുകൊണ്ട് പോയി തട്ടുകടയിൽ കൊണ്ടുപോയി ചായ കുടിക്കാനിരിക്കുമ്പം സംസാരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹം കിഴക്കൻ UP എന്ന് വരുന്ന ആളാണ്, എൻ്റെ സുഹൃത്താണ്. ഈ ഡൽഹിയിലെ അവസ്ഥയൊക്കെ അറിയാനായിട്ട് ചേട്ടനുമായിട്ടൊന്ന് സംസാരിക്കാൻ, ബായിയായിട്ട് സംസാരിക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇപ്പോൾ അറിയുക, അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇവിടെ റോഡില്ല, വെള്ളമില്ല, മറ്റു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, കിട്ടുന്ന മലിനമാണെല്ലാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് പതുക്കെ മാറ്റിയെടുക്കുന്ന ഒരു ശൈലിയാണ് അവിടെ അഡോപ്റ്റ് ചെയ്തത്. ഇതേ ശൈലി ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബംഗാളിലെ CPMൽ ഒരു വിഭാഗം ഇപ്പോൾ BJPയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. CPMൽ നല്ലൊരു CPMന്റെ പല ഓഫീസുകളും അവിടെ BJP ഓഫീസുകളായി മാറി കാവിക്കൊടിയായല്ലോ.
അത് ഒരു അത് മാത്രമല്ല, ഈ തൃണമൂൽ കോൺഗ്രസ്സുകാര് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരുടെ ആക്രമണം സഹിക്ക വയ്യാതെ പല CPM നേതാക്കളും ഓടിക്കയറിയത് BJP ഓഫീസിലേക്കാണ് എന്ന് പോലുമുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. ഉണ്ട്, അങ്ങനെയുണ്ട്. അത് മമതാ ബാനർജി വളരെ തന്ത്രപൂർവ്വം അതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തു. ആദ്യം CPMന്റെ ഈ മുസ്ലിം നേതാക്കൾ, പ്രത്യേകിച്ച് റോഹിന്ത്യൻസിനെയാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഈ പോസ്റ്റർ ഒട്ടിക്കാനും അടികൂടാനും പിന്നെ വെട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരോട് മമതാ ബാനർജി ആദ്യം ചോദിച്ചത്, നിങ്ങൾ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയൊക്കെ വീട് പോയി ഒന്ന് കണ്ടേ, അവരൊക്കെ എന്ത് സുഖമായിട്ട് ജീവിക്കുന്നു, നിനക്ക് ആ സൗകര്യം ഉണ്ടോ? ആ സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം, ആദ്യം അവരെ പോയി അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ CPMമാർക്ക് അടികൊണ്ടത്. അടികൊണ്ടപ്പോഴാണ് ഇവർ നിവൃത്തിയില്ലാതെ BJP ഓഫീസുകളിൽ അഭയം പ്രാപിക്കുകയും BJPക്കാരായിട്ട് കുറേ പേര് മാറുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതിൽ ഒരു വിഭാഗം ഇപ്പോഴും മമതയുടെ കൂടെ ഉണ്ട്, മറ്റേ ഒരു വിഭാഗം പിന്നെ BJPയുടെ കൂടെയും ഉണ്ട്. അവരെ ഒരു കേഡറാക്കി ഇതുവരെ മാറ്റിയിട്ടില്ല. കേഡറാക്കി മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം 70% വരുന്ന ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ജോലിയാണ് ഇപ്പോൾ അവിടെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വർക്ക് സുവേന്ദു അധികാരി പറയുന്നത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായും അത് പിന്നെ മുതലാക്കാൻ 2026 ഞങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ്. ഓ സാർ, ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഷെയ്ഖ് ഹസീനയുടെ അവരെ സ്ഥാനഭ്രഷ്ടയാക്കി അധികാരം അവിടുത്തെ ഈ വിധ്വംസക ശക്തികൾ, അങ്ങനെ തന്നെ പറയണം, അവരത് പിടിച്ചെടുത്തു. ഈ സംഭവം എന്നിട്ട് അവിടെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖ് വംശജരും ബൗദ്ധരുമൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയാണ് അതിൻ്റെ പുറകിലെന്ന് നമുക്കറിയാം. അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അവാമി ലീഗിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ കലാപത്തിലൊന്നും പങ്കില്ല. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അവരുടെ നേതൃത്വത്തിലാണ് ഈ കുഴപ്പങ്ങൾ നടക്കുന്നത്. ഇത് ഈ ബംഗാളിലെ ജനതയെ, അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിനെ ഇത് സ്വാധീനിക്കുമോ? തീർച്ചയായും സ്വാധീനിക്കും. അത് ഇപ്പോൾ അവർ വളരെ റേറ്റിംഗിലാണ് തന്നെ. ഇപ്പോൾ ബംഗാൾ തന്നെ ബംഗ്ലാദേശിലേക്ക് എടുക്കുമെന്ന് അവർ പറയുന്ന അവസ്ഥയുണ്ടായി. ബംഗാൾ ഇനി കാണില്ല. മമത നല്ല മറുപടി കൊടുത്തു. കാരണം മമതയ്ക്ക് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. മമതയുടെ കൂടെ ഹിന്ദുക്കൾ ഒരുപാട് പേരുണ്ട്. ആ തിരിച്ചറിവ് മമതയ്ക്കുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കുകയും വേണം. മമത ഭൂരിപക്ഷം നേടുന്ന അങ്ങനെയാണല്ലോ. മമത 27% വരുന്ന മുസ്ലിങ്ങൾ അത് ബ്ലോക്കായിട്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അതിനോടൊപ്പം ഹിന്ദുക്കളുടെ വോട്ടും അവർ നിലനിർത്താൻ വലിയ തോതിൽ കിട്ടുന്നുണ്ട്. അവർ ഈ കെജ്രിവാളിൻ്റെ കാര്യം പറഞ്ഞ പോലെ, കെജ്രിവാൾ പാവം അഭിനയിച്ചതാണെങ്കിൽ ഇവർ പാവം തന്നെയാണ്. അവർ സാധാരണക്കാരൻ്റെ ഇടയിൽ എപ്പോഴും ജീവിക്കുകയും മുഖ്യമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാവം പോലും ഇല്ലാതെയാണ് അവർ പലപ്പോഴും പലയിടത്തും ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അത് പണ്ട് മുതലേ അവരുടെ ശൈലി എങ്ങനെയാണ്, ലഘുവായ വളരെ ലളിതമായ ജീവിത രീതി, വസ്ത്രധാരണം. സർ, ഒരു കാര്യം കൂടി, അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. നമ്മളെ ഡൽഹിയിൽ പഴയൊരു നിർഭയ സംഭവം, അത് വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ പലതിനെയും. ഇതും അതുപോലെ ഈ മമതയ്ക്കെതിരെ ഒരു ആയുധമായിട്ട് അത് BJPയും മറ്റുള്ളവരും ഉപയോഗിക്കുമോ? അത് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. മമത ഒന്ന് മയപ്പെടാൻ കാരണം അതാണ്. കാരണം അവിടെ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് ജനകീയ പ്രക്ഷോഭങ്ങളല്ല. അവിടെ കാവിക്കൊടി ഇല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ BJPക്കും RSSനും വലിയ പങ്കുണ്ട്. ആ പ്രക്ഷോഭങ്ങളെല്ലാം വെറും ജനകീയ പ്രക്ഷോഭങ്ങളല്ല, ശരിക്കും പറഞ്ഞാൽ കാവിക്കൊടി വെക്കാത്ത ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു. അത് മമത ഈ ഗ്രാസ് റൂട്ടിൽ വളരെ തൃണമൂൽ എന്ന് പറയുന്നത് അവർ തൃണമൂൽ തന്നെയാണ്. അവർക്ക് ഗ്രാസ് റൂട്ടിൽ നടക്കുന്ന ഓരോ പൾസും നല്ലപോലെ അറിയാം. പിന്നെ നല്ല രാഷ്ട്രീയക്കാരിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. കാരണം അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ 1975 അവർ അധികാരത്തിൽ വന്നത് തന്നെ ആദ്യമായിട്ട് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ജയപ്രകാശ് നാരായണനെതിരെ ബഹളം ഉണ്ടായിക്കൊണ്ടാണ്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇവരിൽ വരാൻ കാര്യം അതാണ്. ജയപ്രകാശ് നാരായണനെ വെല്ലുവിളിക്കുന്നു. ജയപ്രകാശ് നാരായണൻ അടക്കമുള്ളവരുടെ ഒരു കാറിൻ്റെ പുറത്ത് കയറി ചാടിക്കൊണ്ട് മറ്റാണ് ഇവർ നാഷണൽ ലെവലിൽ പ്രസിദ്ധമാകുന്നത്. പിന്നെ അവരുടെ എല്ലാ പോരാട്ടങ്ങളും വലിയ പോരാട്ടങ്ങളാണ്. ജ്യോതി ബാസുവിനെതിരെ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ CMന്റെ ഓഫീസിൽ ചെല്ലുക, അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുക. അന്ന് പോലീസുകാരുടെ അടികൊണ്ട് തരിപ്പണമായി പോയി. അങ്ങനെ അവരെ സംബന്ധിച്ചുള്ള ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അതുപോലെ അവർ മത്സരത്തിൽ എല്ലാ കാലത്തും വലിയ ആൾക്കാരുമായിട്ട് സോമനാഥ് ചാറ്റർജിയെ തോൽപ്പിച്ചു. അതൊരു വലിയ കാര്യമാണ്. അവർക്ക് അന്നാണ് അവർക്ക് കോൺഗ്രസ്സിൽ വലിയ സ്ഥാനം കൊടുക്കണമെന്ന് നിശ്ചയിച്ചത്. അപ്പോൾ ആ വിധത്തിലൊക്കെ നിൽക്കാൻ അവർക്കറിയാം. പക്ഷെ എങ്കിൽ പോലും
അവരുടെ കേഡറിനെ വെല്ലുന്ന വിധത്തിൽ BJPയുടെ കേഡർ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. BJPയും മമതയും നിസ്സാരമായ ഒരു ഫൈറ്റ് അല്ല, നിസ്സാരമായ ഡൽഹി പോലെ നിസ്സാരമായ ഒരു ഫൈറ്റ് സ്ഥലവുമല്ല. അത് BJPക്ക് നല്ലപോലെ അറിയാം. പക്ഷേ അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. 26-ൽ ബംഗാൾ പിടിക്കണം. മമത കൈവശം നിലനിർത്തുമോ അതോ BJP പിടിക്കുമോ? അതെ, അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.